ഹായ്, ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിക്ക് പറ്റിയ ചട്നിപ്പൊടിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 10-12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എള്ള് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വെളുത്ത എള്ളാണ് ഉപയോഗിച്ചത്. എന്നിട്ട് 10 കുരുമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കായപ്പൊടി, ഹോളായിട്ടുള്ള കായ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. കായത്തിൻ്റെ പൊടി ഞാൻ ലാസ്റ്റാണ് ചേർത്തത്, പൊടി ആയതുകൊണ്ട്. ഇതെല്ലാം റോസ്റ്റ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇവിടെ പൊടിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള റോസ്റ്റ് ചെയ്ത് വെച്ച മുളകും ഈ കടലപ്പരിപ്പും എല്ലാം കൂടി വീണ്ടും എടുത്തിട്ട് പൊടിക്കണം. ഇതിൻ്റെ ഒപ്പം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അരി ചേർത്തിട്ടുണ്ട്. ഞാൻ പച്ചരിയാണ് ചേർത്തത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇത് എല്ലാം കൂടി പൊടിച്ചെടുത്തിട്ട് ആദ്യം പൊടിച്ച് വെച്ച പൊടിയും പിന്നെ പൊടിച്ച പൊടിയും കൂടി ഒന്നിച്ച് മിക്സിയിലിട്ട് ഒന്നുകൂടി കറക്കിയെടുക്കാം. കാരണം ഉപ്പും എരിവും എല്ലാം ഒന്ന് ഈവൺ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലിക്കൊപ്പം കൂട്ടാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.